ഹലോ! അങ്ങനെ നമ്മുടെ ഉപ്പും മുളകില് പുതിയൊരാള് കൂടി വരികയാണ് ഷാരോൺ. അതും നമ്മുടെ ശിവാനിയെ തേടി. അല്ലേ, ശിവാനി തന്നെ കുറെ നാൾക്ക് ശേഷമാണ് നമ്മുടെ പാറമട വീട്ടിലേക്ക് വരുന്നത്. പിന്നാലെ തന്നെ ദാ വരുന്നു. ശിവാനി പറയുന്നത് ശിവാനിയുടെ സീനിയർ ചെറുക്കനാണെന്നാണ്. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ ഷാരോൺ എന്തിന് ശിവാനിയെ തിരക്കി പാറമട വീട്ടിൽ വരണം. എന്നിട്ട് ശിവാനിയുമായിട്ട് മാറി നിർത്തി കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ശിവാനി, നീ സമ്മതിക്കണം. നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവാനിയുടെ കൈ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണെങ്കില് നമ്മുടെ ഷിബു റോക്സും കേശുവും കൂടെ ഒളിഞ്ഞ് കാണുന്നൊക്കെയുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുന്നതും എന്താ പറയാ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഇവര് മാറി നിന്ന് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുവാട്ടോ. അപ്പൊ ഇനി നമ്മുടെ ഷാരൂണും നമ്മുടെ ശിവാനിയും തമ്മിൽ പ്രണയത്തിലാണോ? നമ്മുടെ ശിവാനിയെ കാണാനാണോ നമ്മുടെ ഷാരൂൺ പാറമട വീട്ടിലേക്ക് വന്നത്? എന്തായിരിക്കും ഈ കഥയ്ക്ക് പിന്നിൽ? അല്ലെ, എന്തായാലും പുതിയൊരു കഥാപാത്രം വന്നതിന്റെ ഒരു ത്രില്ലിലാണ് എല്ലാവരും. നമ്മുടെ ബിഗ് ബോസിൽ നേരത്തെ ഉണ്ടായിരുന്ന വിഷ്ണു ആണ് ഇതിൽ നമ്മുടെ ഷാരോൺ ആയിട്ട് വന്നിരിക്കുന്നത്, നമ്മുടെ ഉപ്പും മുളകില് അല്ലെ. അപ്പൊ കുറെ പേർക്കൊക്കെ നമ്മുടെ വിഷ്ണുവിനെ അറിയാം. അപ്പൊ ഒരു പരിചിതമായ ഒരാളായത് കൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ്. ഇനി നമ്മുടെ ശിവാനിയും നമ്മുടെ ഷാരൂണും തമ്മിലുള്ള കല്യാണമാണോ നമ്മുടെ ഉപ്പും മുളകിൽ നടക്കാൻ പോകുന്നത്? അങ്ങനെ പല പല ചോദ്യങ്ങളാട്ടോ നമ്മൾ പ്രേക്ഷകർക്കിടയിൽ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നമ്മുടെ ശിവാനിയും ഷാരോണും തമ്മിൽ വിവാഹം ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ ശിവാനിയും നമ്മുടെ ഷിബു റോക്സും തമ്മിൽ ഒന്നിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം? ഒന്ന് കമന്റ് ചെയ്യണേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.